എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സ്കൂൾ സമയ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. സ്കൂൾ പ്രവൃത്തി സമയം 45 മിനിറ്റ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിൽ. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടറിന് രൂപം നൽകാൻ നിയമിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ പുറത്തിറങ്ങുന്നതാണ്. സ്കൂൾ പ്രവൃത്തി സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:15 വരെ ആക്കുന്നതോടുകൂടി 45 മിനിറ്റ് അധിക സമയം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഈ നടപടിയിലൂടെ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ മദ്രാസ പഠനത്തെ സമയമാറ്റം ദോഷകരമായി ബാധിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. അടുത്ത അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടറുമായി ബന്ധപ്പെട്ട് സമഗ്രമായ പഠനം നടത്താൻ സംസ്ഥാനത്തെ സർക്കാർ തീരുമാനിച്ച വിദഗ്ധ സമിതി പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കണമെന്ന പരിഹാര നടപടി മുന്നോട്ട് വയ്ക്കുവാനാണ് സാധ്യത. പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന രീതിയിൽ പഠിപ്പിക്കുന്നതിനാവശ്യമായ മണിക്കൂറുകൾ കണക്കാക്കുന്നതിന് അതിനനുസരിച്ചുള്ള പഠന ദിനങ്ങൾ എത്രയെന്ന് കണക്കാക്കുന്നതിനാണ് സമിതിയെ നിശ്ചയിച്ചത്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള പഠനമാണ് സമിതി നടത്തിയത്. നിലവിലെ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിയത് വിദ്യാഭ്യാസ അവകാശ നിയമം കണക്കിലെടുത്ത് പുനഃപരിശോധിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് കണക്കിലെടുത്താണ് കഴിഞ്ഞ ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായിട്ടുള്ള സമിതിയെ സർക്കാർ നിർദ്ദേശിച്ചത്. സമിതി 2 മാസത്തിനകം സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഉത്തരവ് തീയതി മുതൽ 2 മാസത്തെ സമയമാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് 11-നകം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരുന്നു. 10 ദിവസം പിന്നിട്ടെങ്കിലും സമിതിയുടെ റിപ്പോർട്ട് ഉടൻ ഇറങ്ങുമെന്നാണ് അറിയുന്നത്. ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കുന്നതിനോട് അധ്യാപക സംഘടനകൾ വിയോജിപ്പ് പ്രകടിപ്പിച്ച സ്ഥിതിക്ക് പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കുക എന്നതിൽ എത്തിച്ചേരുവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഈ വിവരം നിങ്ങൾ മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.